എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ പുതിയ പുസ്തകത്തിലെ മാത്തമാറ്റിക്സിന്റെ 3ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സീക്വൻസ് എന്താണെന്ന് പറഞ്ഞിരുന്നു. ഒരു പ്രത്യേക നിയമം അനുസരിച്ച് 1ാമത്തെ 2ാമത്തെ 3ാമത്തെ എന്നിങ്ങനെ എഴുതാൻ പറ്റുന്ന നമ്പർ പാറ്റേണുകളാണ് നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. അങ്ങനെ കുറേ നമ്പർ സീക്വൻസുകൾ നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സീക്വൻസിനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ് പറയുക. ഒരു പർട്ടിക്കുലർ സീക്വൻസ് കണ്ടില്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ സീക്വൻസ് ഒക്കെ തന്നെയാണ്. 1, 3, 5, 7 എക്സെട്ര, 2, 4, 6, 8 എക്സെട്ര, 3, 7, 11, 15 എക്സെട്ര, 100, 95, 90 എക്സെട്ര, ഹാഫ്, 1, 1.5, 2 എക്സെട്ര, 360, 360, 360, etc. In all these sequences, if you see, you can see some common properties. നമ്മൾ കഴിഞ്ഞ ദിവസം രൂപീകരിച്ച സീക്വൻസിൻ്റെ കുറേ എണ്ണമാണ് ഇത്. അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളതാണെന്ന് പറയാം. അപ്പോൾ അതെ, ഇവിടെ 1 സ്റ്റാർട്ട് ചെയ്തു, 2 ആഡ് ചെയ്തു, 1 2 3, 3 2 5, 5 2 7. അടുത്തത് നമുക്ക് പറയാം 7 2 9, അടുത്തത് 9 2 11. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് 2 വീതം ആഡ് ചെയ്ത്, 1 സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വീതം ആഡ് ചെയ്ത് പോകുന്ന നമ്പേഴ്സ്. അടുത്ത് നോക്കിയാലോ, 2 സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെയും 2 ആണ് ആഡ് ചെയ്ത്, 2 2 4, 4 2 6, 6 2 8, അടുത്ത എത്രയായിരിക്കും 8 2 10 എക്സെട്ര. അടുത്ത് നോക്കിയേ, 3 സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് 4 ആഡ് ചെയ്തു, 3 + 4 7, 7 + 4 11, 11 + 4 15 എക്സെട്ര. അടുത്തതാണെങ്കിലോ 100 സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, 100ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്തു, വീണ്ടും 5 സബ്ട്രാക്ട് ചെയ്തു. മറ്റേ രീതിയിൽ പറഞ്ഞാൽ 100ന്റെ കൂടെ -5 ആഡ് ചെയ്തു എന്ന് പറയാം. 100 + -5, 95 + 95, 5 സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ -5 ആഡ് ചെയ്യാനാണ്. അടുത്ത് നോക്കി, ഹാഫിൽ സ്റ്റാർട്ട് ചെയ്തു, ഹാഫിനോട് ഹാഫ് കൂട്ടി 1, അരയോട് അര കൂട്ടി 1, 1ഉം അരയും കൂട്ടി 1.5, 1 + ഹാഫ് 1.5, 1.5 + ഹാഫ് 2 എക്സെട്ര. 2 ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നു. അടുത്ത് നോക്കിയേ, 360, 360 എന്ന് പറയുന്നത് എന്താ, 360യോട് 0 ആഡ് ചെയ്തു, വീണ്ടും 360യോട് 0 ആഡ് ചെയ്തു, അങ്ങനെ 0 ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ്. അപ്പോൾ ഈ സീക്വൻസിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്, ഒരു പർട്ടിക്കുലർ നമ്പറിൽ ആഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരേ ഫിക്സഡ് നമ്പർ ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നു. ഇത്തരത്തിലുള്ള സീക്വൻസിന് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ്, സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് എ നമ്പർ ആൻഡ് പ്രൊസീഡിംഗ് ബൈ ആഡിങ് 1 നമ്പർ അഗെയിൻ ആൻഡ് അഗെയിൻ ഈസ് കോൾഡ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് ഒരു പർട്ടിക്കുലർ നമ്പറിൽ ആരംഭിച്ചിട്ട് ഒരു നിശ്ചിത സംഖ്യ തുടർച്ചയായിട്ട് ആഡ് ചെയ്ത് പോകുന്ന, കൂട്ടി പോകുന്ന നമ്പർ പാറ്റേൺ ആണ്, സീക്വൻസ് ആണ് അരിത്തമെറ്റിക് സീക്വൻസ്. നമുക്ക് പഠിക്കാനുള്ളതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ സീക്വൻസുകൾ രൂപീകരിച്ചിരുന്നു. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സീക്വൻസ് ആണ് ഒരു പർട്ടിക്കുലർ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരേ നമ്പർ തന്നെ ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ്. ഇത്തരം സീക്വൻസിനാണ് നമ്മൾ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണ്, സീക്വൻസ് വിത്ത് സ്റ്റാർട്ടിംഗ് വിത്ത് എ നമ്പർ and proceeding by adding 1 number again and again is called an arithmetic sequence. ക്ലിയർ ആയോ പറഞ്ഞത്? അങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന നമ്പർ, ആ പർട്ടിക്കുലർ നമ്പറിന് കോമൺ ഡിഫറൻസ് എന്ന് പറയുക, പൊതുവ്യത്യാസം. അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെയൊക്കെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ആദ്യത്തേലാണെങ്കിൽ 1ന്റെ കൂടെ 2 ആഡ് ചെയ്തു, പിന്നെ വീണ്ടും 2 ആഡ് ചെയ്തു, അങ്ങനെ 2 വീതം ആഡ് ചെയ്തു. അപ്പോൾ ആഡ് ചെയ്ത് പോകുന്ന ആ പർട്ടിക്കുലർ നമ്പറിന് നമ്മൾ ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ എന്താ പറയുന്നു, കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നു. ദി നമ്പർ ഗോട്ട്, ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ദി നമ്പർ ഗോട്ട് ബൈ സബ്ട്രാക്ടിങ് പ്രീവിയസ് ടേം ഫ്രം എനി ടേം ഈസ് കോൾഡ് കോമൺ ഡിഫറൻസ്. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, സീക്വൻസിന്റെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഏതെങ്കിലും ഒരു ടേമിൽ നിന്ന് അതിന് തൊട്ട് പിറകിലുള്ള ടേം സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന ആ നമ്പർ ആയിരിക്കും എപ്പോഴും കോമൺ ഡിഫറൻസ്. ഇവിടെ കണ്ടില്ലേ, 3ൽ നിന്ന് 1 കുറച്ചാൽ 2, അല്ലെങ്കിൽ 5ൽ നിന്ന് 3 കുറച്ചാലും 2, 7ൽ നിന്ന് 5 കുറച്ചാലും 2. അപ്പോൾ ആ 2 ആണ് അവിടെ കോമൺ ഡിഫറൻസ്. പറഞ്ഞ ക്ലിയർ ആയോ? അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു നിശ്ചിത സംഖ്യ വീതം ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ് ആണ്.
ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ് നമ്പർ ഏത് വേണമെങ്കിലും ആകാം. നെഗറ്റീവ് സംഖ്യ ആകാം, പോസിറ്റീവ് സംഖ്യ ആകാം, 0 ആകാം, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആകാം, ഏത് വേണമെങ്കിലും ആകാം. അപ്പോൾ ആ ആഡ് ചെയ്ത് പോകുന്ന നമ്പറിന്റെ കോമൺ ഡിഫറൻസ് എന്നാണ് പറയുക. ഈ അരിത്തമാറ്റിക് സീക്വൻസിന്റെ മറ്റു ചില പ്രത്യേകതകളായിരിക്കും നോക്കുക. സിമ്പിളായി ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇഫ് x1 x2 x3 x4 ഇങ്ങനെ ഒന്നാമത്തെ ഫസ്റ്റ് ടൈമിനെ x1 എന്ന് റെപ്രസെന്റ് ചെയ്തു, സെക്കൻഡ് ടൈമിനെ x2 എന്ന് റെപ്രസെന്റ് ചെയ്തു, തേർഡ് ടൈമിനെ x3 എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇങ്ങനെ പോകുന്ന സീക്വൻസ്, ഈ സീക്വൻസിന്റെ ടേംസിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് പറയുന്നത് x2 - x1 അല്ലെങ്കിലോ x3 - x2 അല്ലെങ്കിലോ x4 - x3. അതായത് ഒരു ടേമിൽ നിന്ന് തൊട്ട് പുറകിലുള്ള ടൈം കുറച്ചാൽ മതി. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സീക്വൻസ് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ സീക്വൻസിന്റെ ഒക്കെ കോമൺ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യത്തെ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കാം? 3 - 1 ദാറ്റ് ഈസ് 2, അല്ലെങ്കിൽ 5 - 3 അങ്ങനെ എടുത്താലും മതി. ഒരു ടൈമിൽ നിന്ന് തൊട്ട് പുറകിലുള്ള ടൈം കുറച്ചാൽ മതി. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നതൊക്കെ അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അതിന്റെ കോമൺ ഡിഫറൻസ് ഒന്നാമത്തെ കോമൺ ഡിഫറൻസ് d = 2 ആണ്. രണ്ടാമത്തെ ആണെങ്കിലോ 4 - 2 2, 6 - 4 ഇതിന്റെ കോമൺ ഡിഫറൻസ് 4 ൽ നിന്ന് 2 കുറച്ചാൽ 2, 6 ൽ നിന്ന് 4 കുറച്ചാൽ 2, 8 ൽ നിന്ന് 6 കുറച്ചാൽ 2. അപ്പോൾ 2 ആണ് ഇവിടെയും കോമൺ ഡിഫറൻസ്. അടുത്തതിന്റെ കോമൺ ഡിഫറൻസ് ഇപ്പോൾ വ്യത്യാസം എത്രയാണ്? 7 ൽ നിന്ന് 3 കുറച്ചാൽ 4, 11 ൽ നിന്ന് 7 കുറച്ചാൽ 4, 15 ൽ നിന്ന് 11 കുറച്ചാൽ 4. അപ്പോൾ 4 ആണ് ഇവിടെ തേർഡ് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ്. അടുത്ത് നോക്കിയേ, ഇവിടെ കോമൺ ഡിഫറൻസ് എന്താ വരിക? ഇവിടെ സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ 95 ആണ്. 95 ൽ നിന്ന് 100 കുറച്ചാൽ -5, 90 ൽ നിന്ന് 95 കുറച്ചാൽ -5. അപ്പോൾ 95 - 100 -5 ആണ് ഇവിടെ കോമൺ ഡിഫറൻസ്. ഇവിടെ ആണെങ്കിലോ 1 ൽ നിന്ന് ഹാഫ് കുറയ്ക്കുക, 1 ൽ നിന്ന് ഹാഫ് കുറച്ചാൽ ഹാഫ്, അപ്പോൾ ഹാഫ് ആണ് കോമൺ ഡിഫറൻസ്. അല്ലെങ്കിൽ 1 ½ നിന്ന് 1 കുറച്ചാൽ 1.5 നിന്ന് 1 കുറച്ചാൽ അര, അപ്പോൾ അരയാണ് കോമൺ ഡിഫറൻസ്, 2 ൽ 1. ഇവിടെ ആണെങ്കിലോ 360 ൽ നിന്ന് 360 കുറച്ചാൽ 0, സോ 0 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഈ സീക്വൻസിന്റെ ഒക്കെ കോമൺ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഒരു ടൈമിൽ നിന്ന് തൊട്ട് പുറകിലുള്ള ടൈം കുറച്ചാൽ മതി. പറഞ്ഞാൽ ക്ലിയർ ആയോ? ഓക്കെ. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദി സീക്വൻസ് ഗിവൺ ബിലോ ആർ അരിത്തമാറ്റിക് സീക്വൻസ്. ഇഫ് അരിത്തമാറ്റിക് സീക്വൻസ് ഫൈൻഡ് ദി കോമൺ ഡിഫറൻസ് എന്നാണ്. അതായത് കുറെ സീക്വൻസ് രൂപീകരിച്ചിട്ട് ആ സീക്വൻസ് അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞാൽ ചെക്ക് വെദർ ഈച്ച് ഓഫ് ദി സീക്വൻസ് ഗിവൺ ബിലോ ആർ അരിത്തമാറ്റിക് സീക്വൻസ്. താഴെ തന്നിരിക്കുന്ന സീക്വൻസ് രൂപീകരിക്കുക, അതുകൊണ്ട് സീക്വൻസ് അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് കണ്ടുപിടിക്കുക. അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കുക, ഒന്നാമത്തെ നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് അത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നോക്കാം, നോക്കിയേ. 1 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന, അല്ലെങ്കിൽ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന നാച്ചുറൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടില്ലേ, 1 4 കൊണ്ട് ഹരിച്ചാൽ 1 തന്നെ അതിന്റെ ശിഷ്ടമായിട്ട് വരും, 1 റിമൈൻഡർ ആയിരിക്കും. പിന്നെ 5 കൊണ്ട് തന്നെ ഹരിച്ചാലോ, 5 4 കൊണ്ട് ഹരിച്ചാൽ 5 ൽ നിന്ന് ഒരു 4 പോയി കഴിഞ്ഞാൽ ബാക്കി 1 ഉണ്ട്, അപ്പോൾ 1 റിമൈൻഡർ വരും. 9 ആണെങ്കിലോ 9 ൽ നിന്ന് 2 4 എടുക്കാം, ബാക്കി ശിഷ്ടം 1. അപ്പോൾ 4 കൊണ്ട് ഹരിച്ച ശിഷ്ടം 1 വരുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഇതാണ് 1, 5, 9 എക്സെട്രാ. ഇനി നോക്കാം, ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 5 ൽ നിന്ന് 1 കുറച്ച് എത്രയാ? 4. 9 ൽ നിന്ന് 5 കുറച്ച് എത്രയാ? 4. അപ്പോൾ ഡിഫറൻസ് സെയിം ആണ്. അപ്പോൾ ഇതെന്താണ്? അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാ? അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഈ കോമൺ ഡിഫറൻസ് ചെയ്താൽ പറഞ്ഞിട്ടുണ്ട്. 5 ൽ നിന്ന് കുറച്ച് ഇടപ്പ് കിട്ടിയ 4 ആണ് ഇവിടെ കോമൺ ഡിഫറൻസ്. അപ്പോൾ 5 ൽ നിന്ന് കുറച്ച് 4, 9 ൽ നിന്ന് 5 കുറച്ച് 4. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് സിൻസ് ഡിഫറൻസ് ഈസ് സെയിം, ഇറ്റ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ആൻഡ് കോമൺ ഡിഫറൻസ് ഈസ് 4. ക്ലിയർ ആയോ പറഞ്ഞത്? അടുത്ത ചോദ്യത്തിന് പോകാം. അതിനകത്ത് സെക്കൻഡ് പാർട്ട്, അതായത് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 അല്ലെങ്കിൽ 2 വരുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 അല്ലെങ്കിൽ 2 കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1നെ 4 കൊണ്ട് ഹരിച്ചാൽ 1 റിമൈൻഡർ ആയിരിക്കും. 2നെ 4 4 താഴെയുള്ള നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആ നമ്പർ തന്നെയായിരിക്കും റിമൈൻഡർ.
അപ്പോൾ 1-നെ 4 കൊണ്ട് ഹരിച്ച റിമൈൻഡർ 1, 2-നെ 4 കൊണ്ട് ഹരിച്ച റിമൈൻഡർ 2. അപ്പോൾ 1 വരും 2 വരും. പിന്നെയോ 5-നെ 4 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 1. 6 ആയാലോ 6-നെ 4 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 2. കണ്ടില്ലേ? അപ്പോൾ 1, 2, 5, 6 എക്സെട്ര എന്ന് പറഞ്ഞാൽ 1 റിമൈൻഡർ വരുന്നതോ 2 റിമൈൻഡർ രണ്ടും എഴുതാം. അപ്പോൾ 1 റിമൈൻഡർ വരുന്ന സംഖ്യ 1, പിന്നെ 2 വരുന്ന 2, പിന്നെ 5, പിന്നെ 6. 5-നെ 4 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 1 ആണ്. 6-നെ 4 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 2 ആണ്. അപ്പോൾ 1, 2, 5, 6 എക്സെട്ര. അപ്പോൾ ഇവിടെ ഡിഫറൻസ് നോക്കിയേ. 2-ന്ന് 1 കുറച്ചപ്പോൾ 1 കിട്ടി. 5-ന്ന് 2 കുറച്ചപ്പോൾ 3 കിട്ടി. റിമൈൻഡർ അവിടെ ഡിഫറൻസ് വ്യത്യാസം തുല്യമാണോ? അവിടെ ഡിഫറൻസ് ഇവിടെ 1 ആണ്, ഇവിടെ 3 ആണ്. അപ്പൊ ഡിഫറൻസ് സെയിം അല്ല, അല്ലെങ്കിൽ ഒരേ സംഖ്യ അല്ല കൂട്ടി പോകുന്നത്. അപ്പൊ ഇതെന്തല്ല? ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഡിഫറൻസ് സെയിം അല്ലാത്തതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. അരിത്തമാറ്റിക് സീക്വൻസ് അല്ലാത്തതിന് കോമൺ ഡിഫറൻസ് ഇല്ല, അതുകൊണ്ട് നമുക്ക് എഴുതണ്ട. അതിനകത്ത് ഏത് പാർട്ട് വന്നിരിക്കുന്നത്? സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഏതാ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്? 1-ന്റെ സ്ക്വയർ 1, 1 × 1. 2-ന്റെ സ്ക്വയറോ 2 × 2 4. 3-ന്റെ സ്ക്വയറോ 3 × 3 9. അപ്പോൾ 1, 4 9 എക്സെട്ര. ഇതാണ് സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഇതൊരു സീക്വൻസ് ആണ്. ഈ സീക്വൻസിന്റെ ഡിഫറൻസ് നോക്കിയേ. 4-ന്ന് 1 കുറച്ചാല് 3, 9-ന്ന് 4 കുറച്ചാലോ 9-ന്ന് 4 കുറച്ചാൽ 5. ഡിഫറൻസ് സെയിം ആണോ? അല്ല. 9-ന്ന് 4 കുറച്ചാൽ 5 ആണ്. അപ്പോ ഡിഫറൻസ് സെയിം അല്ല, അതുകൊണ്ട് എന്തല്ല? ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. അപ്പൊ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സീക്വൻസ് എന്തല്ല? അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, അടുത്തതായിരുന്നു റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നറിയാം? റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? 1, 2, 3, 4. അപ്പൊ 1-ന്റെ റെസിപ്രോക്കൽ 1 തന്നെ, 1/1. 2-ന്റെ റെസിപ്രോക്കൽ 1/2. 3-യുടെ റെസിപ്രോക്കൽ 1/3. 4-ന്റെ 1/4. അപ്പൊ നോക്കാം, 1, 1/2, 1/3 എക്സെട്ര. ഇതാണ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണ് നോക്കണം. എങ്ങനെയാ നോക്കുന്നത്? ഡിഫറൻസ് സെയിം ആണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? 1/2-ന്ന് 1 കുറച്ച് നോക്കാം. 1/2-ന്ന് 1 കുറച്ചേ. 1/2-ന്ന് 1 കുറച്ചാ അല്ലെ? സ്മോൾ ഓർ മൈനസ് ഗെറ്റ് നെഗറ്റീവ് വരും. 1-ന്ന് കുറച്ചാൽ അര. അപ്പൊ -1/2. ഓക്കെ അല്ലേ? അപ്പോ അര -1 -1/2 ആണ്. ഇനി 1/3 -1/2 ആകുമ്പോഴോ ഇവിടെ 3-ന്റെ 2-ന്റെ LCM എടുക്കണം. 3 × 2 6. അപ്പൊ 6 LCM 2 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ 2, ഈ 3 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ. അപ്പൊ 2 - 3/6 എന്ന് വരും. അതെന്ത് കിട്ടും? -1/6. അപ്പൊ നോക്കിക്കേ, 1-ന്ന് ഹാഫിന്ന് 1 കുറച്ചപ്പോ -1/2, 1/3-ന്ന് ഹാഫ് കുറച്ചപ്പോ -1/6. ഡിഫറൻസ് സെയിം ആണോ? ഡിഫറൻസ് സെയിം അല്ല. അപ്പൊ ഇതെന്തല്ല? അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത് അരിത്തമാറ്റിക് സീക്വൻസ് അല്ല, ഡിഫറൻസ് സെയിം അല്ലാത്തതുകൊണ്ട്. ഓക്കെ, പവർ ഓഫ് 2. പവർ ഓഫ് 2 എന്ന് പറഞ്ഞതാ 2^1. 2-ന്റെ 1ാമത്തെ പവർ. 2^2. 2-ന്റെ 2ാമത്തെ പവർ. 2^3. 3ാമത്തെ പവർ. അപ്പൊ 2^1, 2^2, 2^3 എക്സെട്ര എന്ന് പറഞ്ഞാൽ 2^1 എന്ന് പറഞ്ഞാൽ 2 തന്നെ. 2^2 ആകുമ്പോഴോ 2 പ്രാവശ്യം കുടിക്കണം. 2^2, 2 × 2 4. 2^3 ആണെങ്കിലോ 2 3 പ്രാവശ്യം കുടിക്കും. 2 × 2 × 2 ദാറ്റ് ഈസ് 8. അടുത്തതായിരിക്കും 2^4, 2 × 2 × 2 2 2 എന്ന് പറഞ്ഞാൽ 16 കിട്ടും. അങ്ങനെ പോകും. ഇവിടെ ഡിഫറൻസ് നോക്കിയേ. 4-ന്ന് 2 കുറച്ചാൽ എത്രയാ? 2. 8-ന്ന് 4 കുറച്ചാലോ 4. സെയിം ആണോ? അപ്പൊ ഡിഫറൻസ് സെയിം അല്ല. അപ്പൊ എന്തല്ല? ഡിഫറൻസ് ഈസ് നോട്ട് സെയിം. ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ക്ലിയർ ആയോ പറഞ്ഞത്? അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഷോർട്ട് ഫോമിൽ AS എഴുതിയെന്നുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. അടുത്ത് നോക്കാം, ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 5, 7. ഹാഫ് കാണാൻ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 1/2, 3/2, 5/2 എക്സെട്ര. ഇങ്ങനെ പോകുന്ന സീക്വൻസ്. അപ്പൊ 3/2 1/2 കുറച്ച് 3/2 1.5, 1.5 കുറച്ച 1. 3 - 1 2, 2/2 എന്ന് പറയുന്നത് 1. അപ്പോ അടുത്ത് നോക്കാം, 5/2 - 3/2. 5-ന്ന് 3 കുറച്ചാൽ 5 - 3/2. അതായത് 5 - 3 എന്ന് പറയുന്നത് 2, 2/2 എന്ന് പറയുന്നത് 1. ഇപ്പൊ ഡിഫറൻസ് സെയിം ആണ്. അപ്പൊ ഡിഫറൻസ് സെയിം ആയതുകൊണ്ട്
ഇറ്റ് ഈസ് അൻ അരിത്തമാറ്റിക് സീക്വൻസ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. അപ്പൊ ഡിഫറൻസ് സെയിം ആയിട്ട് വരുന്ന സീക്വൻസ് ഒക്കെ അരിത്തമാറ്റിക് സീക്വൻസ് ആവുള്ളൂ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പ്രത്യേകതകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.